ആന്റി ആന്റി ഇങ്ങനെ ടെൻസ്ഡ് ആവരുത്. ആ ദരിദ്രവാസിയെ ഇതിനോടകം കമ്പനിയിൽ നിന്ന് ഞാൻ പുറത്താക്കിയെന്നെ. നീ വെറുതെ ഇടപെട്ട് എല്ലാം നശിപ്പിച്ചു. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ആന്റിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഈ ദേഷ്യമാണ്. അവള് നയത്തില് കൂടെ നിർത്തി കൃത്യസമയം നോക്കി ഇരു ചെവിയും അറിയാതെ ഒഴിവാക്കണമായിരുന്നു. ഇപ്പൊ എടുത്തു ചാടിയതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടായത്? ഞാൻ അവളെ കൂടെ നിർത്തണോ? എന്റെ നിലയ്ക്കും വിലയ്ക്കും ഒത്ത ഒരു എതിരാളിയാണോ അവള്? ഞാനൊന്ന് വിരലിഞ്ഞൊടിച്ചാ മതി, അവള് ജീവനോടെ ഉണ്ടാവില്ല. അവളെ ഞാൻ പേടിക്കണം. പാർവതി വെറും ഒരു ദരിദ്രവാസി ആയിരുന്നു എങ്കിൽ ആന്റിക്ക് പാർവതിയെ എളുപ്പത്തിൽ നേരിടാമായിരുന്നു. പക്ഷേ കൈലാഷിന് പാർവതിയെ ജീവനാണ്. ആന്റി പാർവതിയെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ആദ്യം എതിർക്കുന്നത് കൈലാഷായിരിക്കും. പാർവതിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെങ്കിൽ ഞാനത് പണ്ടേ ചെയ്തേനെ. പാർവതിയെ ഇവിടെ നിന്നും പറഞ്ഞയച്ചാൽ കൈലാഷ് പാർവതിയുടെ പുറകെ പോവും. ഇവിടെയാണെങ്കിൽ നമുക്ക് അവരുടെ മീതെ ഒരു നോട്ടെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടാണ് എല്ലാം സഹിച്ച് അവര് രണ്ടുപേരെയും എന്റെ കൺമുന്നിൽ തന്നെ നിർത്തുന്നത്. കൈലാഷിന്റെയും പാർവതിയുടെയും ഇടയിൽ വരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് കൈലാഷ് എന്നിൽ നിന്നും അകന്നത്. ഇപ്പോ ആന്റിയും ആ തെറ്റ് തന്നെ ആവർത്തിക്കുന്നത്. ആന്റിയും കൂടി കൈലാഷിനെ വെറുപ്പിച്ചാം പിന്നെ അവനെ നിയന്ത്രിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. പിന്നെ കൈലാഷ് എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്ന് കരുതി കൈലാഷിന് ഉപയോഗിച്ച് അവൾ ഇവിടെ അധികാരം സ്ഥാപിക്കുന്നത് ഞാൻ കണ്ടു നിൽക്കണം. കുറച്ചു കാലത്തേക്ക് നമ്മൾ ക്ഷമിച്ചേ പറ്റൂ ആന്റി. എത്ര നാളെന്ന് വെച്ചാ ഞാൻ ക്ഷമിക്കുക? ദിവസം ചെല്ലും തോറും അവന് പാർവതിയോടുള്ള പ്രേമം തലയ്ക്ക് പിടിച്ച് ഭ്രാന്താകുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. നമുക്കൊരാളോട് എത്രമാത്രം ഇഷ്ടമുണ്ടെങ്കിലും അവര് ചില തെറ്റുകൾ ചെയ്യുമ്പോ നമ്മൾ അറിയാതെ അവരെ വെറുത്തു പോവും. മാനസികമായി നമ്മൾ അവരിൽ നിന്നും അകന്നു പോവും. അതുപോലെ കൈലാഷിന് പാർവതിയെ വെറുക്കാനും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകില്ലേ? കൈലാഷിന് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റ് പാർവതി ചെയ്തു എന്ന് വരുത്തി തീർത്താ മതി. അവരുടെ ബന്ധത്തില് വിള്ളല് വീഴും. അതുവരെ നമ്മൾ എല്ലാം സഹിച്ചേ പറ്റൂ. പാർവതിക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും കൈലാഷിനെ നഷ്ടപ്പെടുത്തരുത്. എന്നെ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരും ഇവിടെ ജോലി ചെയ്യണ്ട. എല്ലാരും പിരിച്ചുവിട്ടേക്ക്. ഇവൾ ഈ കമ്പനി വിട്ടു പോവാതെ ഞാൻ എങ്ങോട്ടും വരില്ല. നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? കുറച്ച് മനസ്സമാധാനം കിട്ടാൻ. കൈലാഷ് സാറിനോട് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലേ? എനിക്ക് എന്ത് തോന്നിയിട്ടും കാര്യമില്ലല്ലോ. പ്രിയൻചേട്ടൻ പറയുന്ന പോലെ ഞാൻ ചെയ്തില്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടില്ലേ? ഇതുപോലെ എല്ലാവരുടെ ദേഷ്യവും ചീത്തവിളി ഏറ്റുവാങ്ങാൻ എന്റെ വിധി. എന്റെ ജന്മം ഇങ്ങനെയായി പോയി. നീ എന്തിനാ ഇങ്ങനെ സ്വയം തരം താഴ്ച സംസാരിക്കുന്നത്? എനിക്ക് മതിയായി പ്രിയൻചേട്ടാ. ഇങ്ങനെ എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേട്ട് എത്ര നാളെന്ന് കരുതിയാ ജീവിക്കാം? നീ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയത് ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു. സാഹചര്യം എത്ര മോശമായാലും നമ്മൾ പരസ്പരം താങ്ങായി നിൽക്കുന്നിടത്തോളം കാലം നമ്മളെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല പാറു. സത്യം മറച്ചു വെക്കുന്നുണ്ട് ബാധിക്കപ്പെടുന്നത് നമ്മൾ മാത്രമല്ല. കൈലാസ് സാറിനും സീതാ മാഡത്തിനും സംഭവിച്ച തെറ്റിദ്ധാരണ കാരണം ഇന്ന് മുഴുവൻ തൊഴിലാളികൾക്കും അവരുടെ ജോലി നഷ്ടപ്പെടേണ്ടതായിരുന്നു. മുക്തയും അരവിന്ദ് സാറും ഇടപെട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എത്ര കുടുംബങ്ങൾ ബാധിക്കപ്പെടുമായിരുന്നു.